ഹായ്, ഞാൻ സ്നേഹ സുജിത്തിൻ്റെ വല്യമ്മയാണ്, അമ്മയുടെ ചേച്ചിയാണ്. അവൾ സ്നേഹ ചെറുതായിരുന്നപ്പം മുതലേ നല്ല ഡാൻസിനൊക്കെ ഭയങ്കര, അതായത് പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴേ അതിനെ ഒപ്പിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ചെറുതിലേ മുതലേ. ഇപ്പോൾ അതോടൊപ്പം തന്നെ അവൾ ഡ്രോയിങ്ങിലും പിന്നെ കരോട്ടെ അങ്ങനെയുള്ള എന്തിനൊക്കെ ചേരാൻ പറ്റുമോ അതിനൊക്കെ ചേർന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടിയാണ്. പഠിക്കുന്നുമുണ്ട്. ഇപ്പം ഇച്ചിരി ഉഴപ്പാണ് എങ്കിലും മാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടാലൻറ്റ് ധമാക്കയിൽ അവൾക്ക് ഫൈനൽ റൗണ്ടിൽ എത്താൻ പറ്റുക എന്നുള്ളതിലാണ് വളരെ സന്തോഷം തോന്നുന്നു. നമസ്കാരം. സ്നേഹ നൃത്തം അഭ്യസിക്കുന്നത് എൻ്റെ കീഴിലാണ്. നൃത്തത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. എന്നാലും നല്ലൊരു പെർഫോമറുമാണ്, നല്ല കഴിവുള്ള കുട്ടി തന്നെയാണ് സ്നേഹ. സ്നേഹയ്ക്ക് ഇവിടെ ഈ ടാലൻറ്റ് മാക്കയിൽ ഒരവസരം കിട്ടിയതിലും അതുപോലെ 4th റൗണ്ടിലേക്ക് സെലക്ഷൻ ആയതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രയ്ക്കും സ്നേഹയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ സ്നേഹ സുജിത്തിൻ്റെ അമ്മയാണ്. ടാലൻറ്റ് ധമാക്കയിൽ സീസൺ 4 ഫൈനൽ റൗണ്ടിലെത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അവൾ ചെറുപ്പം തൊട്ട് ഡാൻസിനൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഡാൻസിന് ചെറിയ ക്ലാസ് തൊട്ടേ വിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിലാണ് അരങ്ങേറ്റമൊക്കെ നടത്തിയത്. കുറേ നാളുകളായിട്ട് ഡാൻസൊക്കെ പഠിക്കുന്നു, കരാട്ടെ ചെയ്യുന്നുണ്ടായിരുന്നു. കരാട്ടെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചിരിക്കുകയാണ്. വീണ്ടും തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള ആക്ടിവിറ്റിയിലൊക്കെ എല്ലാത്തിലും പെർഫോം ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. വളരെ സന്തോഷമുണ്ട് ധമാക്കയിൽ ഫൈനൽ വരെ എത്താൻ സാധിച്ചതിൽ. നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്നേഹ സുജിത്തിൻ്റെ വല്യമ്മ. ഞാൻ വൈക്കത്ത് താമസിക്കുന്നു. എൻ്റെ പേര് പ്രസൂന. ഇത് സ്നേഹ സുജിത്തിൻ്റെ അമ്മാമ്മയുടെ ചേച്ചി, ഹോമിയോ ഡോക്ടറാണ്. ഇത് സ്നേഹ സുജിത്തിൻ്റെ അമ്മാമ്മ. ഇത് സ്നേഹയുടെ അനിയത്തി ശ്രീയുക്ത. ഇത് സ്നേഹയുടെ വലിയച്ഛൻ NTPCയിൽ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. സ്നേഹ ചെറുപ്പം മുതലേ ഡാൻസിനും പാട്ടിനും ഒക്കെ നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്. അത് മനസ്സിലാക്കി അവളെ അതിലേക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുത്തിരുന്നത് അവളുടെ അമ്മാമ്മയുമാണ്. അതുപോലെ തന്നെ പോളി നാഷണൽ ഗെയിമിലെ പിന്നെ സോഫ്റ്റ് ബോളിൽ അവൾക്ക് ആന്ധ്രാപ്രദേശിലേക്ക് കേരളത്തിൽ നിന്നും മത്സരിക്കാനുള്ളൊരു അവസരം കിട്ടി. ടാലൻറ്റ് ധമാക്കയിൽ അവൾക്ക് ഫൈനലിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അഞ്ജു. ഞാൻ സ്നേഹയുടെ ചേച്ചിയാണ്. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ കുഞ്ഞായിരിക്കും മുതൽ തന്നെ അവൾക്ക് ഡാൻസ്, പാട്ട്, കരാട്ടെ അതിലൊക്കെ ഭയങ്കരമായിട്ട് അവൾക്ക് അത് പഠിക്കണം എന്നുള്ള ആഗ്രഹവും അതിലൊക്കെ ഭയങ്കര താല്പര്യം അവൾ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അവളെ താല്പര്യവും അവളെ കഴിവൊക്കെ മനസ്സിലാക്കി അവളെ അച്ഛനും അമ്മയും അവൾ ഡാൻസ് പഠിക്കാൻ വിട്ടു, കരാട്ടെ പഠിപ്പിച്ചു. ഇപ്പോൾ ടാലൻറ്റ് ധമാക്ക എന്ന പ്രോഗ്രാമിൽ അവൾക്ക് ഫൈനൽ റൗണ്ടിലെത്താൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഹലോ ഞാൻ അരുൺദാസ്, സ്നേഹയുടെ മാമനാണ്. അപ്പോൾ ഞാൻ വൈക്കത്താണ് എൻ്റെ വീട്. അപ്പോൾ 5ാം ക്ലാസ് വരെ എൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ 7ാം ക്ലാസ്സിലെത്തി. ആ കാലഘട്ടം കൊണ്ട് നമുക്ക് പറ്റാവുന്ന മേഖലകളിലെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഡാൻസ് ആയിക്കോട്ടെ, കലാകായിക മത്സരങ്ങളിലെല്ലാത്തിലും നമുക്ക് പാട്ട് മാത്രം പുള്ളിക്ക് അത്ര വശം വന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പാട്ടും പഠിച്ചാൽ ഇപ്പം പറയുന്നുണ്ട് പാട്ടൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ പറയും ഇനിയും അവസരമുണ്ട്, പാട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവസരങ്ങൾ കിടക്കല്ലേ, എന്തിനും നമ്മൾ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അപ്പോൾ അവളുടെ കഴിവുകൾ എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കുക, എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാ രീതിയിലുള്ള കഴിയാവുന്ന രീതിയിലുള്ള മേഖലകളെല്ലാം നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളർന്ന് വലുതായി വരുമ്പോൾ അവൾക്ക് സ്വയം തീരുമാനിക്കാം എനിക്ക് ഏത് വേണം. കലാകായിക പഠിത്തത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും ഒക്കെ കഴിയാവുന്ന രീതിയിൽ വിജയിക്കുക എന്നുള്ളതിനപ്പുറം പങ്കെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിൽ എല്ലാം ഒന്ന് പരിചയപ്പെടുക, പങ്കെടുക്കുക. അപ്പോൾ അതിൽ വിജയിക്കുന്ന ആൾക്കാരിലുള്ള ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. ആ ക്വാളിറ്റി നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. ഇതൊക്കെയാണ്
അവളോട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏത് മത്സരത്തിലും പങ്കെടുത്താലും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടായിരിക്കും മത്സരിക്കുക. അപ്പോൾ തോറ്റുപോയാലും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഒന്നും നമുക്ക് പ്രയാസമില്ല. എന്നാൽ മത്സരിക്കുന്നതും പ്രയത്നിക്കുന്നതും ഫസ്റ്റ് പ്രൈസിന് വേണ്ടിയിട്ടായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത മത്സരത്തെ സമീപിക്കാനാണ് കുട്ടീനെ നമ്മൾ പരിശീലിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം അവളുടെ ബുദ്ധിസാമർഥ്യം കൊണ്ട് നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ അവൾ അതിൻ്റെ അതേ അർത്ഥത്തിലോ അതിൽ കൂടുതലായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്നുണ്ട്. അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ സ്നേഹക്കുട്ടി.